യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. 50 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് നമുക്കിത് നേടിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏറെ സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ നിയമപ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും നമ്മുടെ കേരള സർക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീർ അവറുകളും ഭരണസമിതിയും അതുപോലെ നാട്ടുകാരും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ അവശതകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടയം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും പഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടാതെ പോയിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ അവരുടെ ദുരിതത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ 41 കുടുംബങ്ങൾക്ക് പട്ടയം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ സർക്കാരിൻ്റെ ഈ നേട്ടങ്ങൾക്ക് വിധേയമായി അതിനോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഇപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വീടുകളെല്ലാം തന്നെ ഉണ്ട്. ആ രീതിയെല്ലാം മാറ്റി നല്ല ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സ്പീക്കർ ഇടപെട്ടുകൊണ്ട് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ചൊക്ലി ഭരണസമിതി ഈ ഭരണസമിതി കാലഘട്ടത്തിൽ തന്നെ നിയമ തടസ്സങ്ങൾ ഏറെ ഉണ്ടായിട്ടും നമുക്കത് 41 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഭരണസമിതിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 16 പട്ടയം കൊടുക്കുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ടുള്ള നിയമ തടസ്സങ്ങളുള്ള പട്ടയങ്ങളാണ് ഈ 41 പട്ടയങ്ങൾ. അതും കൂടി കൊടുക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനോടും തലശ്ശേരിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശ്രീ കെ രാജൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ ചടുലതയോടുള്ള ഇടപെടലാണ് ഈ ഒരു പട്ടയം വളരെ പെട്ടെന്ന് കിട്ടാനും പരിഹരിക്കാനും ഇടയാക്കിയിട്ടുള്ളത്. സർക്കാരിൻ്റെ നയം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും പട്ടയം, എല്ലാം സ്മാർട്ടാക്കുക. ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു മുഖ്യ മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ടാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീക്കർ നിലക്കുള്ള കത്ത് കൊടുത്തപ്പം വളരെ പെട്ടെന്ന് തന്നെ സ്പീക്കറുടെ ചേംബറിൽ വരികയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വമായി കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടി അസംബ്ലി വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ ബഹുമാന്യ ശ്രീ കെ രാജൻ നേതൃത്വം കൊടുത്തു. ഈ ഘട്ടത്തിൽ ഈ പേരുകൾക്കൊപ്പം
ചൊക്ലിയിലും നിരവധി പേരുടെ അശാന്ത പരിശ്രമമുണ്ട്. നിരവധി പേർ, അതിൽ എടുത്തു പറയേണ്ട പേര് ജയേഷിന്റെ പേരാണ്. ഒരു സംശയവും വേണ്ട. ഇതെത്രയോ കാലമായി MLA-യും സ്പീക്കറെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇത് കിട്ടിയെന്നില്ലെങ്കിൽ വളരെയധികം പ്രയാസമുളവാക്കും. എത്രയോ കാലമായി ഞങ്ങൾ അവർക്ക് കൊടുത്ത ഉറപ്പാണ്. അതിനിയും പാലിക്കാതെ ഞങ്ങൾക്ക് പൊതുപ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് ജയേഷൻ ആദ്യം പറഞ്ഞത്. ഞങ്ങളൊരു യോഗം വിളിച്ചിരുന്നു. സ്പീക്കറുടെ ലാൻഡ് റവന്യൂ കമ്മീഷണറും റവന്യൂ സെക്രട്ടറിയും ഞാനും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ നായരും എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുനും അതോടൊപ്പം ആ യോഗത്തിലേക്ക് വീഡിയോ കോൺഫറൻസിലൂടെ വന്നത് ശ്രീ ജയേഷുമായിരുന്നു. അവിടെ വെച്ചാണ് ഇതിൻ്റെ തുടക്കം. എത്രയോ കാലമായി നിശ്ചലമായ ഈ പദ്ധതിക്ക് ജീവൻ വെക്കുന്ന അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഈ പദ്ധതി ജീവൻ വെച്ചു. തുടർന്ന് വീണ്ടും ഞങ്ങൾ പദ്ധതിയുടെ പുറകെ പോയി. ഒടുവിൽ ഈ തലശ്ശേരി റവന്യൂ ആസ്ഥാനത്ത് വെച്ച് ഒരു റവന്യൂ അസംബ്ലി വിളിച്ചു ചേർത്തു. അതിനകത്ത് തീരുമാനമായത് സമയബന്ധിതമായി ഈ റവന്യൂ അസംബ്ലിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ തയ്യാറാകും. അതിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. തഹസിൽദാർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ, ഇങ്ങനെയുള്ള എല്ലാ ഘടകത്തിൽപ്പെട്ട റവന്യൂ മേധാവികളും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും പിൻബലവും നൽകി. ഇതെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് നിങ്ങളുടെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായത്. ഒരു സെന്റ് ഭൂമിയില്ലാത്തവന്റെ പ്രശ്നം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവർ കയറി കിടക്കുന്ന ഭൂമിക്ക് പട്ടയമില്ലാത്തതിന്റെ പ്രശ്നവും നമുക്കറിയാം. നമ്മുടെ പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരിക്കുന്നു. 41 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിന്റെ ഈ ആഘോഷ ചടങ്ങ് പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. കാരണം എത്രയോ കാലമായി നടക്കില്ല എന്ന് പറഞ്ഞ് നാം തള്ളിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. അത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ്. സ്പീക്കർ എന്ന നിലക്ക് സർക്കാരിനെ പറ്റി പറയാൻ പാടുണ്ടോ ചോദിച്ചാൽ എൻ്റെ മണ്ഡലത്തിൽ നടന്ന കാര്യം പറയണമല്ലോ. എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം പറയാം. എത്രയോ കാലമായി തലശ്ശേരിക്കാരുടെ മറുപടിയായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം തലശ്ശേരി മുനിസിപ്പാലിറ്റി കൈമാറണം. മുഖ്യമന്ത്രിയിലൂടെ ഞങ്ങൾ റവന്യൂ വകുപ്പിലേക്ക് എത്തി. ആർജവും ഇച്ഛാശക്തിയുമുള്ള റവന്യൂ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പിന്റെ നിഷേധമായ കുറിപ്പിനെ, അങ്ങനെയാണല്ലോ റവന്യൂ വകുപ്പ് ആദ്യം കൊടുക്കേണ്ട നെഗറ്റീവ് മാത്രമേ കമൻസ് ചെയ്യൂ. ആ നെഗറ്റീവ് കമൻസിന് ഓവർ റൂൾ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് തലശ്ശേരി മുനിസിപ്പാലിറ്റി കൈമാറാം. ലോങ് ലീസ് വന്നപ്പോൾ 1 വർഷത്തെ റെന്റ് കേട്ടാൽ നിങ്ങൾ അന്തപ്പെട്ടു. 6.5 കോടി രൂപയാണ് 1 വർഷത്തെ റെന്റ്. ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റി തന്നെ നമ്മൾ കയ്യിൽ തരാം. 6.5 കോടി നമുക്ക് തരാൻ പറ്റുന്നില്ല. വീണ്ടും ഫയല് റവന്യൂയിലേക്ക് പോയി. മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിക്ക് അറിയാം തലശ്ശേരിക്കാരുടെ മുറവിൽ എത്രയോ കാലം അദ്ദേഹം അറിയുന്നതാണ്. അദ്ദേഹം അവസാനം പറഞ്ഞു അവൻ കൊടുത്തേക്ക്. റവന്യൂ വകുപ്പ് മന്ത്രി അതിനകത്ത് അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം തലശ്ശേരിക്കാർക്ക് ലഭിച്ചു റവന്യൂവിൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പട്ടയവും. ഈ പട്ടയവുമായി ഇറങ്ങിയപ്പോഴാണ് പട്ടയ പ്രശ്നം ഞങ്ങളുടെ മണ്ഡലത്തിൽ വരുന്നത്. തിരുവങ്ങാട് വില്ലേജിൽ, കോടിയേരി വില്ലേജിൽ, ന്യൂമാഹി വില്ലേജിൽ, കതിരൂർ വില്ലേജിൽ, എരഞ്ഞോളി വില്ലേജിൽ, എല്ലാ വില്ലേജിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. പന്നിന്നൂർ ഉൾപ്പെടെ. ഈ ചൊക്ലിയിൽ നിന്നുണ്ടായ മൂവ്മെന്റ് തലശ്ശേരി അസംബ്ലി മണ്ഡലം ആകെ വ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ പട്ടയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ചൊക്ലിയിൽ നിന്നുള്ള ഇടപെടലിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് 41 കുടുംബങ്ങൾക്ക് അവരുടെ സന്തോഷത്തിന്റെ ദിനമാണിന്ന്. ത്തിൽ ഒരു പായസം കൊടുക്കേണ്ടതാണ്. കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം വീടിന് കൂടുമ്പോൾ നമ്മൾ പായസം കൊടുക്കും, മധുരം കൊടുക്കും. അതിന് സമാനമായൊരു മധുരം ഇവിടെ വിതരണം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യയും കൂട്ടരും ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് കൊടുത്തില്ലെങ്കിൽ ഏർപ്പാടാക്കണം. 41 കുടുംബങ്ങളാണ്. ആ 41 കുടുംബങ്ങളുടെ അവരുടെ ഭൂമിക്ക് ഇന്ന് പട്ടയം ലഭിക്കുന്നു. ആ പട്ടയം ലഭിക്കുന്നതിലൂടെ അവർ ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്ക് കാൽവെക്കുകയാണ്. തീർച്ചയായും ഇതിന് ഞങ്ങളെ സഹായിച്ച റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട്, ജില്ലാ കളക്ടറോട്,
സബ് കളക്ടറോട്, റവന്യൂ സെക്രട്ടറിയോട്, റവന്യൂ വകുപ്പ് മന്ത്രിയോട്, ലാൻഡ് റവന്യൂ കമ്മീഷണറോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാം തലശ്ശേരി ജനതയ്ക്ക് വേണ്ടിയുള്ള നന്ദി ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഈ പട്ടയവിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിനാണ് നാം എല്ലാം ഇപ്പോൾ സാക്ഷിയായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഇന്ന് പരിഹാരമായിരിക്കുക. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ലക്ഷം വീട് നിവാസികളുടെ പട്ടയ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ സമരം തന്നെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. നിവേദനം സമർപ്പിക്കലും അതുപോലെ തന്നെ പട്ടയം കിട്ടുന്നതിന് വേണ്ടി ഉള്ള ഇടപെടലുകളും തുടർച്ചയായ നിലയിലാണ് ഇവിടെ നടത്തേണ്ടി വന്നിട്ടുള്ളത്. നേരത്തെ സ്പീക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജയേഷും അതുപോലെ KP വിജയേട്ടനും കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന അന്തരിച്ചുപോയ
മുകുനാട്ടൻ ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാർ ഇതിനു വേണ്ടിയുള്ള തുടർച്ചയായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിൽ പട്ടയം വിതരണം നടത്തിക്കൊണ്ട് എല്ലാ ഭൂമിക്കും പട്ടയം, എല്ലാവർക്കും ഭൂമി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിബദ്ധതയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 4.25 വർഷക്കാലത്തിനിടയ്ക്ക് 3,54,000-ലധികം വരുന്ന ആളുകൾക്ക് പട്ടയം വിതരണം നടത്തിക്കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിച്ചിട്ടുള്ളത് എന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. പട്ടയ വിതരണം നടത്തിയിട്ടുള്ളത് ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. 41 കുടുംബാംഗങ്ങൾക്ക് ഇവിടെ പട്ടയ വിതരണം നടത്തിയിട്ടുണ്ട്. അവരുടെ സ്വന്തം ഭൂമിയിൽ അവർക്ക് എല്ലാവർക്കും പൂർണ്ണ അധികാരം ഇന്ന് കൈവന്നിരിക്കുകയാണ്. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഒരു പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സംസ്ഥകൾക്ക് ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നന്ദി അറിയിക്കാണ്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള CK രമ്യ ടീച്ചർക്ക് ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഔപചാരികയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് സഹകരണത്തിലുള്ള നവാസ്, മറ്റെല്ലാവർക്കും ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ